ഹലോ ചേട്ടന്മാരെ ചേച്ചിമാരെ, എൻ്റെ പേര് മിഹിര. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് പറയാമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പൈനാപ്പിളും തെങ്ങുമാണെന്ന് പറഞ്ഞായിരുന്നു. പൈനാപ്പിളിൻ്റെ വിശദമായിട്ട് പറയാനോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അത് 5 ലീഫായിട്ട് കറങ്ങുന്നുണ്ട്. കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇടതേക്കും കറങ്ങുന്നതുകൊണ്ട് വലത്തേക്കും കറങ്ങുന്നുണ്ടെന്ന് മാത്രം. അതായത് ക്ലോക്ക് വേസിലും ആൻറ്റി ക്ലോക്ക് വേസിലും കറങ്ങുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു സൂചന, അതായത് തെങ്ങ് കറങ്ങുന്നത് എന്താന്ന് വിശദീകരിക്കാനായിട്ടാണ് പൈനാപ്പിളിന്റെ സൂചന തന്നെന്ന് മാത്രമല്ല. അത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ തെങ്ങിന്റെ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളിൽ കറങ്ങുന്ന, അതായത് ക്ലോക്ക് വീസിൽ കറങ്ങുന്ന തെങ്ങുകളുടെ എണ്ണം കുറവാണ്. ആന്റി ക്ലോക്ക് വീസിൽ കറങ്ങുന്ന തെങ്ങുകളുടെ എണ്ണമാണ് കൂടുതലുള്ളത്. ഇതെങ്ങനെ അറിയാൻ പറ്റും, അതിന്റെ കൊല വരുന്ന രീതി, കാര്യങ്ങളൊന്നും വിവരിക്കാനായിട്ടാണ് അത് പറയുന്നത്. അത് നേരത്തെ കണ്ടെത്താനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ചൊട്ട വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അതിന്റെ കൊല വരുന്ന ഒന്ന് വിവരിക്കാനായിട്ടാണ് ഇപ്പൊ ഇത് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്യാൻ വിവരിച്ചു തരാം. നമ്മൾ ഇതുപോലെ 2 സർക്കിൾ വരയ്ക്കുക. 2 സർക്കിൾ വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് എന്നെ കാണിക്കാനാണ് 2 ദിശയിൽ കറങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് കറങ്ങുന്നതാണ്. അപ്പൊ ഇതിന്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ സർക്കിൾ 2 വരച്ചിട്ട് ഇതുപോലെ 5 തുല്യ ഭാഗങ്ങളായിട്ട്, ഏറെക്കുറെ തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുക. ഭാഗിച്ചിട്ട് ഇതിന്റെ മടല്, അതായത് 5 ലീഫാണ് ഈ മടൽ എന്ന് പറഞ്ഞാൽ, ഒരു തെങ്ങിന്റെ എന്ന് പറഞ്ഞാൽ 5 ലീഫ് 5 ഭാഗങ്ങളായിട്ട് കറങ്ങുക വരികയാണ്. അപ്പൊ അതിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് കറങ്ങുന്ന പറഞ്ഞാൽ 1ൽ നിന്നും 3ലേക്ക് വരിക, 3ൽ നിന്ന് 5ലേക്ക് വരിക, 5ൽ നിന്ന് പിന്നെ 2ലേക്ക് പോവുക, 2ൽ നിന്ന് 4ലേക്ക് വരിക, 4ൽ നിന്നാണ് 1ന്റെ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അപ്പം ലെഫ്റ്റിലേക്ക് പോകുന്നതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ആന്റി ക്ലോക്ക് വേസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നേരെ തിരിഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. 1ൽ നിന്ന് 3ലേക്ക് വരുന്നു, 3ൽ നിന്ന് അത് നേരെ തിരിച്ചു വരുന്നുള്ളത്. അതിന്റെ ഇത് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് കാണിക്കുന്നത്. അതായത് ഇത് ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ 5 എൻഡ് ഉള്ള ഒരു സ്റ്റാർ ആവുക ചെയ്യണേ. ഇപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. 1ൽ നിന്നും 3ലേക്ക് പോകുന്നു. ഇത് റൈറ്റിലാണ് കേട്ടോ, റൈറ്റ്. അതായത് ക്ലോക്ക് വൈസിന്റെ ആണ് ഈ കാണിക്കുന്നത്. 1ൽ നിന്നും 3ലേക്ക് പോകുന്നു, 3ൽ നിന്ന് 5ലേക്ക് വരുന്നു, 5ൽ നിന്നും 2ലേക്ക് വരുന്നു, 2ൽ നിന്ന് 4ലേക്ക് പോകുന്നു, 4ൽ നിന്ന് 1ന്റെ സ്ഥാനത്ത് മേളിലാണ് വരുന്നത്, നേരെ ഇതല്ല വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റാർ ഉണ്ടാവുകയാണ്. അത് തന്നെയാണ് നേരെ തിരിച്ച് ഇത്, അതായത് ലെഫ്റ്റ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഇതൊന്ന് വിവരിക്കാനാണ്. പിന്നെ ഇത് എങ്ങനെ അറിയാന്ന് പറഞ്ഞാൽ, പ്രായമായ തെങ്ങ്, അതായത് ഉയരം വന്ന തെങ്ങിന് മടലുകൾ, അതായത് ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് വലത് സൈഡിലാണ് അടുത്ത മടല് ഇങ്ങനെ അടിഞ്ഞാണ് വരുന്നതെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് കറങ്ങാന്ന് പറയും. അത് നേരെ തിരിച്ചാണെങ്കിൽ ഇടത് സൈഡിൽ വന്നിട്ട് ഇടത് ഇങ്ങനെ വന്നു വരാൻ അത് റൈറ്റിലേക്ക് ഇറങ്ങാം. ഇതൊന്നും അറിയാൻ പറ്റുന്ന മാർഗ്ഗമാണ്. പിന്നെ എളുപ്പത്തിൽ നിന്ന് അറിയാൻ പറ്റുന്ന മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, മടലിൽ കൊല ഇരിക്കുന്നത് ഏതാണ്, അതായത് ചൊട്ട വന്നു കഴിയുമ്പോൾ ആ ചൊട്ട നേരെ മടലിന്റെ നടുക്ക് സെൻട്രലായിട്ട് ഇരിക്കുകയില്ല. വരുന്നത് സെൻട്രൽ ഭാഗത്താണെങ്കിലും വളർന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ, ഒന്നില്ലേ ലെഫ്റ്റ് ആയിരിക്കും, ഒന്നില്ലേ റൈറ്റ് ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ റൈറ്റ് സൈഡിലാണ് ആ തെങ്ങിന്റെ കൊല ചൊട്ട ഇരിക്കണമെങ്കിൽ, അതായത് കൊല വന്നിരിക്കണമെങ്കിൽ ആ തെങ്ങ് റൈറ്റിലേക്കാണ് കറങ്ങുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് കൊല ഇരിക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇത് കറങ്ങുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചാല്, നമ്മളിപ്പോൾ തേങ്ങ ഇത് മൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൊല പഴുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉണങ്ങിയിട്ടുണ്ടാവാം. ഇത് കഴിഞ്ഞിട്ട് തെങ്ങ് തിരിയുന്ന ദിശയിലെ അനുകൂലമായിട്ടുള്ള അതേ ദിശയിൽ തന്നെ അല്ല അതിന്റെ ഇത് കൊല കട്ട് ചെയ്യണമെങ്കിൽ, കാരണം ഇത് അറിയാൻ പാടില്ല എങ്കിൽ നേരെ വിപരീതമായി പോവാം. വലത്തേക്ക് ഇറങ്ങുന്ന ഇടതേക്കാണ് കട്ട് ചെയ്യണമെങ്കിൽ കൊല എണ്ണം, അതായത് മൂത്ത കൊല പെശക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ അറിയാന്ന് പറഞ്ഞാൽ പഴുത്തതിന്റെ നോക്കാൻ പറ്റും, മടല് പൊട്ടിച്ച് നോക്കാൻ പറ്റും. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം വെച്ചാൽ ഈ ദിശ മനസ്സിലാക്കിയാൽ മതി, 1, 3, 5. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ആധികാരികമായിട്ട് ഇത് എന്തിനാണ്, അപ്പോൾ തന്നെ ഈ 2 ദിശയിൽ കറങ്ങണം. നമ്മൾ അതിന് മുമ്പ് വാഴയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വാഴയുടെ ഇല വിരിയുന്ന റൈറ്റ് മാത്രമേ വിരിയുള്ളൂ, അത് ലെഫ്റ്റിലേക്ക് മാത്രമേ കറങ്ങുള്ളൂ. വാഴവർഗ്ഗം എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ തെങ്ങിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം കണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ മരങ്ങളാണേലും ഏതിലാണേലും ഒരു ദിശയിൽ ഇത് കറങ്ങുന്നുണ്ടെന്ന കാര്യം ഏറെക്കുറെ ഒരു മനസ്സിലായിട്ടുണ്ട്. ഇനി അതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. പഠിക്കാന്ന് പറഞ്ഞാൽ ഇത് നിരീക്ഷണങ്ങളേ ഉള്ളൂ, അല്ലാതെ ഗവേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ റൊട്ടേഷൻ, അതായത് ഒരു കറക്കമുണ്ട്, അത് ഇതും മനസ്സിലാകുന്നുണ്ട്. അത് പിന്നെ ഇത് എന്താണ് ഈ തെങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെ പൈനാപ്പിളിൽ വന്നപ്പോൾ ഇത് 2 ദിശയിൽ കറങ്ങുന്നത്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊപ്പി
അതിലെ കിരീടം എന്നൊക്കെ പറയുന്ന ആ സംഭവത്തിലാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ തെങ്ങയിൽ ഇതിങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചെറുതിലെ തെങ്ങ് കിളുത്ത് വന്ന് അത് വളർന്നു വരുമ്പോൾ ഇതിന്റെ മടലിന് അകലം കൂടുതലാണ്. ഈ അകലം കൂടുതൽ കൊണ്ട് അറിയാൻ പറ്റാതെ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കതല്ല, ഈ ചൊട്ട വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണിത്. അതൊന്ന് വിവരിക്കാനായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ വിടുന്നത്. ഈ മടലിന്റെ റൈറ്റ് ഭാഗത്താണ് ഈ തെങ്ങിന്റെ കൊല വന്നേക്കണേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങ് ഏത് ദിശയിൽ കറങ്ങും എന്നുള്ള ഇതിൻ്റെ ചൊട്ട വന്നു കഴിയുമ്പോൾ, അതായത് കൊലയിരിക്കുന്ന മടലിൻ്റെ കൊലയിരിക്കുന്ന റൈറ്റ് ആണെങ്കിൽ ആ തെങ്ങ് റൈറ്റിലേക്കായാലും കറങ്ങുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഈ കൊലയെല്ലാം വന്നേക്കണത്. അപ്പോൾ ഇത് റൈറ്റിലേക്കാണ് ഈ തെങ്ങ് കറങ്ങുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇടത് സൈഡ് ആണെങ്കിൽ ഇടതേക്ക് ആ തെങ്ങ് കറങ്ങി പോകും. അല്ലാതെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് നോക്കണമെന്നില്ല. ചെറുതിലേ അറിയാൻ പറ്റുന്ന മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. ഈ തെങ്ങിൻ്റെ മടല് അടുത്തടുത്ത് കറങ്ങുന്നത്, അതായത് ലീഫിൻ്റെ ഇത് കറങ്ങി പോകുന്നത് അടുത്തടുത്ത് വരുന്നത്, ഇത് പോകുന്ന റൈറ്റ് സൈഡ് മാറി മാറി അടുങ്ങി പോകുക. അപ്പോൾ അന്നേരം ഇത് ലെഫ്റ്റിലേക്ക് കറങ്ങുന്ന തെങ്ങിൻ്റെയാണ് ഇപ്പോൾ ഈ കാണിച്ചേക്കണേ. ഇപ്പോൾ ഈ കാണിക്കുന്ന തെങ്ങ് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇടത് സൈഡിലേക്ക് ലീഫ് അടുത്തടുത്ത് വരികയും ആ തെങ്ങ് കറങ്ങുക എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കാണ് തെങ്ങിൻ്റെ റൊട്ടേഷൻ വരുന്നത്.